അതുപിന്നെ ചേച്ചി ഇത് ക്രിസ്മസ് കാർഡാ. ക്രിസ്മസ് കാർഡോ? കാണിച്ചേ. ഈ ആടാ നോക്കിയിരുന്നോ, ഇപ്പൊ കിട്ടും. ചേട്ടാ അവള് മുങ്ങിയാലോ? എന്നാലും അതിലെന്താന്ന് കണ്ടില്ലല്ലോ. ചേച്ചി കണ്ടില്ല. ഇതിപ്പോ ഇവിടെ ഒളിപ്പിക്കാം. നിനക്കായി സ്നേഹത്തിൻ മോനജാലകം തുറന്നു ഞാൻ. എന്താണ് ഒരു ഇളക്കവും പാട്ടൊക്കെ? എന്തായി എനിക്ക് ഇളകി കൂടെ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്താ ചേച്ചി ചേച്ചിക്ക്? അപ്പൊ എങ്ങനെയാ, ലൈനായോ? ലൈനോ? ഇനി അല്ലാണ്ട് എന്തിനാ വീട്ടിലൊക്കെ വന്നേ? അതെനിക്ക് ഗിഫ്റ്റ് തരാൻ വന്നേല്ലേ. ലൈനും പോസ്റ്റൊന്നുമില്ല കേട്ടല്ലോ. എന്നിട്ട് ഗിഫ്റ്റ് എന്താ പൊട്ടിക്കാതെ? അതൊക്കെ ഞാൻ പൊട്ടിച്ചോളാം കേട്ടോ. ചേച്ചി കൂടുതലേ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഒട്ടിച്ചോ ഒട്ടിച്ചോ. ചേട്ടാ ഇവിടെ ഓടി ഓടി പോവാണല്ലോ. ഒരു രക്ഷയില്ല, ഇതറിഞ്ഞേ പറ്റൂ. എന്താവോ ഇതിൽ എന്താവോ. തുറക്കടി ഒന്ന്. ഹായ് ബാർബി ബാഗ്. ബാർബി ബാഗോ? എനിക്കത് തന്നെയാണല്ലോ കിട്ടിയേ. ചേച്ചി നല്ല ഭംഗിയില്ലേ കാണാൻ? ആടി എന്താ ചേച്ചി സന്തോഷമില്ലാത്ത? അതോ എനിക്കും ഇതേ ബാഗാ കിട്ടിയേ. ടോപിച്ചേട്ടന് ഈ ബാഗാണോ ചേച്ചിക്ക് വാങ്ങി തന്നേ? എന്നിട്ടെന്താ എന്നെ കാണിക്കാഞ്ഞേ? അത് ഞാൻ പൊട്ടിച്ചിട്ടേ മറന്നുപോയി. സാരില്ല ചേച്ചി, നമുക്ക് നമ്മുടെ പേര് എഴുതി വെക്കാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. ആടി നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. മുട്ടത്താരന് എങ്ങനെയുണ്ട്? കൊള്ളാമേ. പാറു മുട്ടത്താരന് എങ്ങനെയുണ്ട്? ഇത് പാറു നിന്നോടാ. എന്താ എന്താ പറഞ്ഞ? എടി നിന്നോട് അമ്മ ചോദിക്കണ കേട്ടില്ലേ? മുട്ടത്താരന് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ആ അമ്മേ, അവിയല് കൊള്ളാം. അവിയലോ? ഏതവിയല്? അമ്മേ അതേ നോക്കിയേ, അവിടെ ഉപ്പ് വാരി കഴിച്ചോണ്ടേയിരിക്കുന്നു. ഉപ്പ് കഴിക്കുന്നു. എങ്ങാമേ എന്നാ നീ ഉപ്പ് വാരി കഴിക്കണേ? ഉപ്പോ? ആ ഉപ്പ്. അയ്യേ ഉപ്പ്. ഇവക്ക് ഇതെന്നാ പറ്റിയേ? ഇനി മതിയമ്മേ. ഈ കൊച്ചിന് എന്താ പറ്റി? ഹായ് മേഴ്സി. ഹായ് ഡാ. എവിടെ പോവാ? ഞാനൊരു കോഫി കുടിക്കാൻ വന്നതാ. ആണോ? ഞാനൊരു കോഫിയും കുടിച്ചു, ഒരു കേക്കും കഴിച്ചു. ദേ വീട്ടിലോട്ട് പോവായിരുന്നു. ഞാൻ ദേ മേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. എന്തേ? നീ അറിഞ്ഞോ, മൈക്കിളെല്ലാം സത്യവും മനസ്സിലാക്കി. അവൻ ഇന്ന് ഗിഫ്റ്റുമായിട്ട് പാർവതീനെ കാണാൻ പോയേക്കുവാ. എന്നാ നീ പറയണേ? അതെ, ഞാൻ കണ്ടതാ. അതെന്തിനാ മൈക്കിൾ അവളുടെ വീട്ടിൽ പോയേ? അറിയില്ല, ഇനി എങ്ങാനും അവര് ലൈനായോ? സമ്മതിക്കില്ല, ഈ മേഴ്സി ഒന്നിനും സമ്മതിക്കില്ല. നോക്കിക്കോ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, സ്കൂളൊന്ന് തുറന്നോട്ടെ, നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്.